UPIയുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ഡീആക്ടിവേറ്റ് ആയോ? നമ്പർ മാറ്റാൻ എന്തു ചെയ്യണം? ഇനി മുതൽ ഉപയോക്താക്കൾക്ക് പഴയ നമ്പറുകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സാധിക്കും. ഗൂഗിൾ പേ അടക്കമുള്ള UPI പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറുകൾ ഡീആക്ടിവേറ്റ് ആയാൽ എന്തു ചെയ്യുമെന്നത് പലർക്കുമുള്ള സംശയമാണ്. ഇതിന് പരിഹാരവുമായാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ (NPCI) രംഗത്തെത്തുന്നത്. ഇനി മുതൽ ഉപയോക്താക്കൾക്ക് പഴയ നമ്പറുകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സാധിക്കും. ഈ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഇല്ലെങ്കിലും ഇതിന് സാധിക്കുമെന്നാണ് NPCI അറിയിച്ചിരിക്കുന്നത്. 2025 മാർച്ച് 31 UPI സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന എല്ലാ ബാങ്കുകളും പേയ്മെന്റ് സേവനദാതാക്കളും PSP നിഷ്ക്രിയമോ ഉപയോഗത്തിലില്ലാത്തതോ ആയ മൊബൈൽ നമ്പറുകൾ നീക്കം ചെയ്യുന്നതിനായി അവരുടെ ഡാറ്റാബേസുകൾ അപ്ഡേറ്റ് ചെയ്യണം. മൊബൈൽ നമ്പർ മാറുന്നത് മൂലമുണ്ടാകുന്ന പിശകുകളും നമ്പർ ചോരുന്നത് മൂലമുണ്ടാകുന്ന തട്ടിപ്പുകളും കുറക്കാൻ ലക്ഷ്യമിട്ടാണ് നീക്കം. ബാങ്കുകളും കൃത്യമായ ഇടവേളകളിൽ മൊബൈൽ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് NPCI നിർദ്ദേശമുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ അപ്ഡേഷൻ നടന്നിരിക്കണമെന്നാണ് നിർദ്ദേശം. UPI ഐഡികളിൽ നിന്ന് ഡീആക്റ്റീവ് ആയതോ ഉപയോഗത്തിലില്ലാത്തതോ ആയ നമ്പറുകൾ വേർപെടുത്തുന്നതിനും മൊബൈൽ നമ്പറിലെ തെറ്റുകൾ മൂലമുണ്ടാകുന്ന പിശകുകൾ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു മൊബൈൽ നമ്പർ 90 ദിവസമോ അല്ലെങ്കിൽ 3 മാസങ്ങളോ ഉപയോഗിക്കാതിരുന്നാൽ കോളുകള്, സന്ദേശങ്ങള്, ഡാറ്റ തുടങ്ങി ഒരു വിധത്തിലും ഉപയോഗിക്കാതിരുന്നാൽ അത് ഡീആക്ടിവേറ്റ് ആവുകയും പുതിയ സബ്സ്ക്രൈബറിന് ഈ നമ്പർ അസൈൻ ചെയ്യുകയും ചെയ്യും. ബാങ്ക് അക്കൗണ്ടുകള്, UPI ഐഡികള് തുടങ്ങിയ പ്രധാനപ്പെട്ട സേവനങ്ങൾക്കായി ഒരിക്കൽ നൽകുന്ന നമ്പറുകൾ പിന്നീട് പലരും അപ്ഡേറ്റ് ചെയ്യാറില്ല. ഈ നമ്പറുകൾ ഉപയോഗിക്കുന്നത് നിർത്തിയാലും അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നത് വലിയ പ്രശ്നങ്ങൾക്ക് വരെ കാരണമായേക്കാം. ഈ നമ്പർ ലഭിക്കുന്ന പുതിയൊരാൾക്ക് നിങ്ങളുടെ രഹസ്യവിവരങ്ങളിലേക്കടക്കം കടന്നുകയറാനും സാധിച്ചേക്കും. പുതിയ നിയമം അനുസരിച്ച് ഒരു മൊബൈൽ നമ്പർ UPI ഐഡിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇത് സംബന്ധിച്ച് ഉപയോക്താക്കളുടെ സമ്മതം തേടാൻ UPI പ്ലാറ്റ്ഫോമുകൾ നിർബന്ധിതരാകും. നേരത്തെ ഇതിന് ഈ സമ്മതത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല.